നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ നദികളും അവ പതിക്കുന്ന സ്ഥലങ്ങളുമാണ്. അപ്പോൾ നിങ്ങളത് ഇത് പഠിച്ചു വെച്ചാൽ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം കേട്ടോ. പെരിയാർ പതിക്കുന്നവിടെയാണ്. പെരിയാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടലിലാണ്. പെരിയാർ എന്ന് പറയുമ്പോൾ പെരിയാറിൽ 2 ബ്രാഞ്ചുണ്ട്. മംഗലംപുഴ, മാർത്താണ്ഡൻപുഴ. മംഗലംപുഴ അറബിക്കടലിലും മാർത്താണ്ഡൻപുഴ കൊടുങ്ങല്ലൂർ കായലിലുമാണ് പതിക്കുന്നത്. ഇപ്പം നമുക്ക് ചോദിച്ചാൽ എങ്ങനെ പറയാം? പെരിയാർ എവിടെ പതിക്കുന്നു? പെരിയാർ അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴ എവിടെ പതിക്കുന്നു? ഭാരതപ്പുഴയുടെ പതനം എവിടെയാണ്? ഭാരതപ്പുഴ പതിക്കുന്നു അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടലിലാണ്. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ്. എവിടെയാണ്? വേമ്പനാട്ടുകായലിലാണ്. ചാലിയാർ പതിക്കുന്നത് എവിടെയാണ്? ചാലിയാർ പതിക്കുന്നത് അറബിക്കടൽ. ചാലക്കുടിയാർ പതിക്കുന്നത് എവിടെയാണ്? ചാലക്കുടിയാർ പതിക്കുന്നത് എവിടെയാണ്? ചാലക്കുടിയാർ പതിക്കുന്നത് പെരിയാർ. എവിടെയാണ്? പെരിയാർ. അതുപോലെ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് എവിടെയാണ്? മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് എവിടെയാണ്? ഉപ്പളക്കായൽ. എവിടെയാണ്? ഉപ്പളക്കായൽ. ചന്ദ്രഗിരിപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? ചന്ദ്രഗിരിപ്പുഴ പതിക്കുന്നത് അറബിക്കടൽ. എവിടെയാണ്? അറബിക്കടലിലാണ്. കരമനയാർ പതിക്കുന്നത് എവിടെയാണ്? കരമനയാർ പതിക്കുന്നത് അറബിക്കടൽ. നെയ്യാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. അതുപോലെ തന്നെ കല്ലടയാർ പതിക്കുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായൽ. കല്ലടയാർ പതിക്കുന്ന അഷ്ടമുടിക്കായൽ. മൺട്രോത്തുരുത്തിൽ വെച്ച് കല്ലടയാർ അഷ്ടമുടിക്കായലിനും കൂടി ചേരുകയാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ, ഇത് 3 നദികളും പതിക്കുന്നത് എവിടെയാണെന്ന് അറിയാം. എവിടെയാണ്? എവിടെയാണ്? കാവേരി നദി. എവിടെയാണ്? കാവേരി നദിയിലാണ്. അവിടെ ഓർത്ത് വെച്ചോളാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കേരളത്തിലെ നദികളും അവരുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. അപ്പം കബനി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ്. എന്താണ്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ്. ഭവാനി ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? തമിഴ്നാട്ടിലെ ശിരുവാണി. എവിടുന്ന്? ശിരുവാണിയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. അതുപോലെ പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? പാമ്പാർ ഉത്ഭവിക്കുന്നത് ഇടുക്കിയിലെ ബെൻമൂറിൽ നിന്നുമാണ്. എവിടുന്നാണ്? ഇടുക്കിയിലെ ബെൻമൂറിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഇവിടെ ഇത് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസൊക്കെ നദികളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. നിങ്ങൾ കേട്ടോ, നിങ്ങൾ പഠിക്കുക കേട്ടോ. പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നദികളൊക്കെ വളരെ ഡീപ്പായിട്ട് ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പോലെ ഉത്ഭവങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്.